വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് വിശാഖ നക്ഷത്രത്തിന്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും കൂടിയതാണല്ലോ. അവർക്ക് 4-ലാണ് രാഹു. 4-ല് രാഹു എന്ന് പറഞ്ഞാൽ എഴഞ്ഞു നീങ്ങാണ്. അപ്പൊ നമ്മുടെ വീട്ടിലെ ഒരു ചെറിയൊരു കാര്യം പോലും നടക്കണമെങ്കിൽ എഴഞ്ഞ് പോവാണ്. അപ്പൊ അത് നമുക്ക് വലിയൊരു മനപ്രയാസമാണ്. ഒരു വീട് പണി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആ വീട് പണി ഇപ്പോൾ ഒരു മാസം കൊണ്ട് തീരുന്നത് 2-3 മാസം കൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരവസ്ഥ. ചിലപ്പോൾ കയ്യിൽ പൈസ ഉണ്ടായിട്ടും ചില കാര്യങ്ങൾ നടക്കാത്ത ഒരവസ്ഥയൊക്കെ രാഹുവിൽ നിന്നുണ്ടാകും. 4-ല് രാഹു വരുമ്പോൾ കുടുംബക്ഷേത്രത്തിൽ രാഹു ഉണ്ടെങ്കിൽ, അതായത് നാഗങ്ങളെ വെച്ച് ആരാധനയോ പ്രാർത്ഥനയോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ കൊണ്ട് പറ്റത്തക്ക വഴിപാടുകളൊക്കെ ഒന്ന് ചെയ്യാം. പിന്നെ രാഹു ആണ് എന്നുള്ള മനസ്സിലാക്കി കുടുംബ സ്വത്തുക്കളെ കുറിച്ചുള്ള വല്ല തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ രാഹു ആണ് നമ്മുടെ സഹോദരങ്ങളെയും എല്ലാവരെയും തെറ്റിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് നിൽക്കുക. അപ്പോൾ ഈ അനിഴം തൃക്കേട്ട അവർക്കൊക്കെ ഇത്തിരി ദേഷ്യവും കൂടുതലുള്ള ആൾക്കാരുമാണ്. അപ്പൊ അവരൊക്കെ അങ്ങനെയുള്ള ഒരു ഭൂമിയുടെ തർക്കങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി, നമുക്ക് രാഹുവാണ് 4-ൽ നിൽക്കുന്നത്. നമ്മൾ പെട്ടെന്ന് ഒറ്റയടിക്ക് ഒരു മറുപടി പറയാൻ പാടില്ല, നമ്മുടെ കർമ്മത്തിൽ അത് ദോഷത്തെ ചെയ്യും എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു ഭാവത്തിലേക്ക് രാഹു നമ്മളെ കൊണ്ടുപോകും. കുറേ അറിവുകൾ വരും. അതെന്താണെന്ന് മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ.